ഈ പറയപ്പെട്ട നികുതി അടച്ച നികുതികളുടെ ഒക്കെ രസീത് വളരെ ഭദ്രമായി സൂക്ഷിക്കണം. എന്തിനാണത് ഭദ്രമായി സൂക്ഷിക്കുന്നത്? അയാൾ ആ പണം ബാങ്കില് ഒന്നിച്ച് നിക്ഷേപിച്ചാലും പല ബാങ്കുകളായി നിക്ഷേപിച്ചാലും ഈ രസീത് കാണിച്ചില്ലെങ്കിൽ അയാൾ ആ ഓൾറെഡി നേരത്തെ തന്നെ നികുതി കൊടുത്തു എന്നുള്ളത് അറിയാതെ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കർ വീണ്ടും അയാളോട് നികുതി ചോദിക്കും. ഈ പറയപ്പെട്ട രീതിയിലുള്ള നികുതി നിരക്കുകളൊക്കെ ബാങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അടച്ച നികുതിയുടെ രസീത് ആ പണം സൂക്ഷിക്കുന്ന അതേ ജാഗ്രതയോട് കൂടി തന്നെ ആ രസീത് സൂക്ഷിക്കുക. എന്നിട്ട് ഓരോ പ്രാവശ്യവും ഈ പണം എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ആ രസീത് ബാങ്കിനെ കാണിക്കുക. ഇതിന്റെ എല്ലാ നികുതി ബാധ്യതകളും ഞാൻ തീർത്തതാണ്, ഇതിനി ഒരു നികുതി ബാധ്യതയും വന്നുകൂടാ. അതേ സമയത്ത് ആ പണം കൊണ്ടുപോയി അയാള് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചു, അവിടെ പെട്ടെന്നൊരു ബൂം ഉണ്ടായി, ഒരുപാട് പണം ലാഭം കിട്ടി. അങ്ങനെ ലാഭം കിട്ടി ആ ലാഭത്തിന് അയാൾ വീണ്ടും നികുതി കൊടുക്കേണ്ടി വരും. അതല്ല, ഈ 10 കോടിയോ 12 കോടിയോ ബാക്കി കയ്യിൽ എത്ര വരുന്നോ അതിന് പിന്നെ യാതൊരു നികുതി ബാധ്യതയും ഉണ്ടാകുന്നില്ല. അത് കൊടുത്ത് സിമന്റ് മേടിച്ചാലും ഈ രസീത് കാണിക്കാം, വീണ്ടും അവിടെ നികുതി കൊടുക്കേണ്ട. അല്ല, അത് കൊടുത്ത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർണം മേടിക്കാൻ പോയി, അങ്ങനെ എന്ത് ചെയ്ത് എവിടെ ചെലവഴിച്ചാലും ആ ചെലവഴിക്കുന്നിടത്തൊന്നും അയാൾ വേറെ ഒരു നികുതിയും കൊടുക്കേണ്ടി വരാതിരിക്കാനാണ് ഈ രസീത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്.